എന്നും കാണുന്ന പെണ്ണിനെ എന്തിനാ കാണുന്നത്? എന്തായാലും ഒരു നാട്ടു നടപ്പ് അല്ലേ കുഞ്ഞിനെന്താ? അതെ. എനിക്ക് കാഞ്ചനോടൊന്ന് സംസാരിക്കണം. സത്യത്തിൽ ഇന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പട്ടുസാരിയൊക്കെ എടുത്ത് നിൽക്കുമെന്ന്. അല്ല, സാധാരണ അങ്ങനെയല്ലല്ലോ. വിധവയുടെ വേഷം ധരിച്ചല്ലേ പെണ്ണ് കാണാൻ വരുന്നവർ ഓടിക്കാറുള്ളത്. ഇന്നിങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. കാലം ഒരു പരീക്ഷണ വസ്തുവാണല്ലേ കാഞ്ചന? ശരിയാ. കുട്ടിക്കാലം തൊട്ടേ ഞാൻ വളരുമ്പോൾ എൻ്റെ മനസ്സിൽ ഈയും വളർന്നിരുന്നു. ഈയും അതൊക്കെ ശ്രദ്ധിച്ചിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇല്ല അപ്പോയിട്ടാ, അപ്പോയിട്ടിന് എന്നാ കത്ത് തരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നീ തന്നൊരു മയിൽപ്പീലി തുണ്ടും എൻ്റെ കൈയക്ഷരം പതിഞ്ഞൊരു നോട്ട് ബുക്കും എൻ്റെ ഒരു ഫോട്ടോയും മനസ്സിൽ വെച്ച് നടന്നോനാ ഞാൻ. നിന്റെ കഴിവില്ലായ്മയായിരിക്കും. എൻ്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയാൻ എനിക്ക് പറ്റിയില്ല. ഞാനത് പറഞ്ഞപ്പോഴേക്കും മൊയ്തീൻ നിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. എൻ്റെ ആ കത്തിന് ഞാൻ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നു. ആ കത്ത് ഞാൻ അന്നേ മൊയ്തീന് കൊടുത്തിരുന്നു. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇത്രയും കാലം വിവാഹം കഴിക്കാതെ ഞാൻ കാത്തിരുന്നത് വെറുതെ ആയില്ലല്ലോ. മറ്റൊരു പുരുഷനെ ഓർത്ത് 10-20 വർഷമായി കാത്തിരിക്കുന്ന പെണ്ണാ ഞാൻ. വിവാഹം കഴിക്കാൻ മാത്രം അത്രയ്ക്ക് ഇഷ്ടമാണോ അപ്പോയിട്ടെന്നെ? ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന ആളല്ല ഞാൻ. എന്തായാലും നിന്നെ മൊയ്തീന് കെട്ടിച്ചു കൊടുക്കലെന്ന് ഉറപ്പാണ്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്റെ ജീവിതം ഇങ്ങനെ വീണ്ടും തകരുന്ന കാണാൻ അതിനുള്ള മനസാക്ഷി എനിക്കില്ല കാഞ്ചന. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം അപ്പുവേട്ടാ. പക്ഷെ അപ്പുവേട്ടൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി ഞാൻ എന്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിർബന്ധിച്ച എന്റെ ശവത്തിലായിരിക്കും അപ്പുവേട്ടൻ താലിയാട്ടുക. കാഞ്ചന, ഇനി 1000 വർഷം ഈ രാത്രി കിടന്ന് നരകിച്ച് മരിക്കേണ്ടി വന്നാലും എന്റെ മൊയ്തീന് വേണ്ടി ഞാനത് ചെയ്യും. കണ്ട കാലത്ര ഈ രാത്രി കഴിഞ്ഞത് മൊയ്തീനെ ഓർത്തു ഒറ്റ അക്ഷരങ്ങൾ വായിച്ച എന്റെ മനസ്സ് മുറിച്ചു മാറ്റാൻ പറ്റുമോ അപ്പോട്ട്? പറ. ലോകത്ത് ആർക്കെങ്കിലും കഴിയോ? പറ. കാഞ്ചന, ഇന്നെ പോലൊരു പെണ്ണ് ഈ ലോകത്ത് വേറുണ്ടാവില്ല. ഈ മൊയ്തീന്റെ ഭാഗ്യ. എന്റെ മനസ്സിന്റെ സ്നേഹം എന്നെങ്കിലും ഈ ലോകം അംഗീകരിക്കും. സത്യം. മാപ്പ്. എന്റെ അതിമോഹത്തിന്